വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡയറീസ്. ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള മിക്സഡ് ഫ്രൂട്ട് ഫലൂദ റെസിപ്പിയാണ്. കടയിൽ നിന്നും കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഫലൂദ തയ്യാറാക്കാം. കുട്ടികളെല്ലാം വളരെയധികം ഇഷ്ടപ്പെടുന്ന ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പാനിലേക്ക് 2 കപ്പ് മിൽക്കാണ്. 240 ml കപ്പിൽ 2 കപ്പ് മിൽക്കാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് അടുപ്പിൽ വെച്ച് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ പാൽ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായി മാറ്റി വെക്കുന്നുണ്ട്. പാലിൻ്റെ ചൂട് തണിയുന്നതിനായി ഞാനിവിടെ ഒരു ബൗളിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽ തണിഞ്ഞതിന് ശേഷം ഇതിനകത്തേക്ക് 2 ടീസ്പൂൺ അളവ് റോസ് സിറപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ റോസ് സിറപ്പ് ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഒരു കഷ്ണം ബീറ്റ്റൂട്ടും കുറച്ച് പഞ്ചസാരയും വെള്ളവും ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ള സിറപ്പാണിത്. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് നന്നായി തണുത്ത് വരുന്നതിന് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ബൗളിനകത്തേക്ക് 2 ടീസ്പൂൺ അളവിൽ ബേസിൽ സീഡ്സ് അല്ലെങ്കിൽ സബ്ജ സീഡ്സ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1 കപ്പ് വെള്ളവും ചേർത്ത് ഇത് നന്നായി കുതിരുന്നതിന് വേണ്ടി ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട്. പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് വെള്ളം തിളയ്ക്കാനായി വെച്ചിട്ടുണ്ട്. ഇത് തിളച്ചതിന് ശേഷം ഇതിനകത്തേക്ക് 1/4 കപ്പ് അളവിൽ വെർമിസെല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫലൂദ സേവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചേർത്ത് ഉണ്ടാക്കാവുന്നതാണ്. പിന്നീട് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി തിളച്ച് കുക്കായതിന് ശേഷം ഇതിനകത്തെ വെള്ളം സ്ട്രെയിൻ ചെയ്യുന്നതിനായി ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു സ്ട്രെയിനർ യൂസ് ചെയ്ത് ഇത് വെള്ളം സ്ട്രെയിൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലെ വെള്ളമെല്ലാം സ്ട്രെയിൻ ചെയ്തതിന് ശേഷം ഇതിന് മുകളിലായി ഞാൻ കുറച്ച് തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തണുത്ത വെള്ളം ചേർത്തതിന് ശേഷം ഞാനിതിവിടെ ഒരു ബൗളിനകത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഒരു ബൗൾ എടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുക. ഇവിടെ ഞാൻ കുറച്ച് സ്ട്രോബെറിയും അതുപോലെ തന്നെ ഗ്രേപ്സും പിന്നെ മാങ്ങയും ആപ്പിളും പഴവും എല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് ആണ് ഉള്ളത് എങ്കിൽ അതെല്ലാം കൂടെ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ പഞ്ചസാര കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് അടച്ച് ഞാൻ ഇവിടെ ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട്. കാരണം നമ്മൾ ഫലൂദ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായി തണുപ്പിച്ചതിന് ശേഷം ഉണ്ടാക്കിയാലാണ് നമ്മുടെ ഫലൂദയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഈ സമയം കൊണ്ട് നമ്മുടെ ബേസിൽ സീഡ്സ് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബേസിൽ സീഡ്സ് ഉണ്ടാവുക. അപ്പോൾ ഈ ബേസിൽ സീഡ്സ് നമുക്ക് ഷോപ്പിംഗ് മാളിലെല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ്. ഫലൂദ സെറ്റ് ചെയ്യുന്നതിനായി നീളമുള്ള ഒരു ഗ്ലാസ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് റോസ് സിറപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് മിക്സഡ് ഫ്രൂട്ടാണ്. പിന്നീട് അതിന് മുകളിലായി ഒരു ലെയറായിട്ട് കുറച്ച് വെർമിസെല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അതിന് മുകളിലായിട്ട് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന സബ്ജ സീഡ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് കുറച്ച് റോസ് സിറപ്പ് കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് അതിന് മുകളിലായിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ ഐസ്ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് അതിന് മുകളിലായിട്ട് നമ്മുടെ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ സെറ്റ് ചെയ്യുന്നതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആവശ്യമുള്ളത് കൂട്ടിയും കുറച്ചും എല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നീട് ഒരു ലെയറായിട്ട് സബ്ജ സീഡ്സ് ഞാൻ ആദ്യമേ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് നമ്മൾ തണുക്കാനായി വെച്ചിരുന്ന റോസ് മിൽക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റോസ് മിൽക്ക് ചേർത്തതിന് ശേഷം ഇതിന് മുകളിലായി കുറച്ച് ഐസ്ക്രീം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിന് മുകളിലായിട്ട് ഞാനിവിടെ കുറച്ച്
ബദാം കട്ട് ചെയ്തതും അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ കശുവണ്ടിയോ അല്ലെങ്കിൽ പിസ്തയോ എന്തൊക്കെയോ ഉള്ള ഡ്രൈ ഫ്രൂട്ട്സ് എങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് റോസ് സിറപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫലൂദ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത്